സദാചാരവും സംസ്കാരവും വായി നിറച്ച് പ്രസംഗിക്കുന്ന ബി.ജെ.പി. നേതാക്കളുടെ മുഖംമൂടി തലസ്ഥാനത്ത് കീറിപ്പൊളിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് തൊട്ടുമുന്നിൽ പ്രവർത്തിക്കുന്ന സ്പാ എന്ന ബോർഡിന് പിന്നിൽ നടന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതിന്റെ ലൈസൻസ് ആരുടെ പേരിലാണ്? മേയർ വി രാജേഷ് നടത്തിയ മിന്നൽ ഇടപെടലിന് പിന്നാലെ ഉയർന്ന ഇതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ബി.ജെ.പി. നേതൃത്വം ഇതുവരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. പകരം പാർട്ടിക്കകത്ത് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബി.ജെ.പി. നേതാക്കൾ തന്നെ ചെളി വാരി എറിയുകയാണ്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ ന്യൂനപക്ഷ നേതാവിന്റെ പിതാവിന്റെ പേരിലാണെന്ന് പറയപ്പെടുന്ന സ്പായുടെ ലൈസൻസ് ഉത്തരമില്ലാതെ തുടരുകയാണ്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈൻലാലിന്റെ പിതാവ് എസ് മനോഹരന്റെ പേരിലാണ് ലൈസൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് മറ്റൊരാളാണെന്നും അനധികൃത പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ഷൈൻലാൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും നഗരസഭാ പരിശോധനയിൽ പ്രീമിയം വിഭാഗം ലൈസൻസ് ഇല്ലാതെയാണ് സ്പാ പ്രവർത്തിച്ചതെന്ന കണ്ടെത്തൽ വിവാദത്തിന് പുതിയ വഴിത്തിരിവാണ്. സ്പായിൽ അഭിമുഖത്തിനായി എത്തിയ യുവതി ഉയർത്തിയ ആരോപണത്തെ തുടർന്നാണ് മേയർ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. യുവതി ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ലെങ്കിലും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ച് ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് പ്രവർത്തിക്കാനാകുക എന്നതും വലിയ ചോദ്യമാണ്. പരിശോധനയിൽ നഗരത്തിലെ 137 സ്പാകളും 17 മസാജ് കേന്ദ്രങ്ങളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതും ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ്. തക്കത്തിനൊത്ത് കൊത്താൻ ബി.ജെ.പി. മുൻ നേതാവ് സന്ദീപ് വാര്യറും മറന്നിട്ടില്ല. സ്പാ വിവാദത്തിന് പിന്നിൽ ബി.ജെ.പിയിലെ പ്രമുഖ നേതാവാണെന്നും ഇത് യാദൃശ്ചികമല്ലെന്നുമാണ് വാര്യർ ഫേസ്ബുക്കിൽ ആരോപിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ പിതാവിന്റെ പേര് സ്പാ ലൈസൻസിലുള്ള പേരുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന ചൂണ്ടിക്കാട്ടലും വിവാദം കത്തിക്കുന്നുണ്ട്. പകൽ സദാചാര പ്രസംഗം, രാത്രി അനാശാസ്യം എന്ന തരത്തിലുള്ള സന്ദീപിന്റെ ആരോപണം ബി.ജെ.പി. പാളയത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മേയർ നടത്തിയ നടപടിയെ ചിലർ പാർട്ടിക്കകത്തെ രാഷ്ട്രീയ നീക്കമായി ചിത്രീകരിക്കുമ്പോൾ മറുവിഭാഗം ഇത് മറച്ചുവെക്കാനാവാത്ത സത്യാവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ മുൻപ് RSS പ്രവർത്തകനായ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പഴയ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഉയർന്നു വരികയാണ്. അതിൽ ഷൈൻലാലിന്റെ പേര് ബന്ധിപ്പിച്ചുള്ള ചർച്ചകളും പാർട്ടിക്കകത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ലെങ്കിലും വിവാദം രാഷ്ട്രീയമായി ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പരാതിക്കാരിയെ സ്വാധീനിച്ച് കേസ് ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന പ്രചാരവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. സദാചാരവും ശുചിത്വവും മുദ്രാവാക്യമാക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ പേരുമായി ഇത്തരമൊരു വിവാദം ബന്ധിപ്പിക്കപ്പെടുന്നത് ബി.ജെ.പിക്കുള്ള വലിയ പ്രതിച്ഛായാ പ്രശ്നമായി മാറുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ സ്പാ വിവാദം തലസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനമുണ്ടാക്കുമെന്നത് ഉറപ്പാണ്.